സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിയുമ്പോൾ അവർക്കൊരു അമാനുഷികമായ ഒരു ലെവൽ ഓഫ് എനർജി അവരിലേക്ക് സംഭവിക്കുക. ബാബാജിയെ പോലെയുള്ളവർക്കൊക്കെ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. മെഡിറ്റേഷൻ നിങ്ങൾ മോർണിംഗ് ചെയ്യുക, ഫ്രഷ് മൈൻഡോടുകൂടി ചെയ്യുക. ഒരു വാട്ടർ എനർജി ഉള്ള ഒരു ഫിസിക് ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് എപ്പോഴും കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ എന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ വാട്ടർ എനർജിയാണ്. ഞാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ കടൽ ജലത്തെ ഞാൻ സങ്കല്പിക്കും മനസ്സിൽ. കടലിലെ നടുക്കാണ് ഞാൻ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കും. ഇപ്പൊ ഒരു ഫയർ എനർജി ഉള്ള ഒരു വ്യക്തിയാന്നൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുളിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് എനിക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. എന്റെ എനർജി ഞാൻ എങ്ങനെ കണ്ടെത്തും? എപ്പോഴാണ് രാഹുലിന് കൂടുതൽ എനിക്ക് ആ ദേഷ്യം പിടിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആശയം മനസ്സിൽ വന്നു. ഒരു പക്ഷെ അവർക്ക് അറിയുണ്ടാവില്ല അവർ ഫയർ എനർജിയാണ്. നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിൽ ഒരു ബ്ലോക്കേജ് വരുന്നു. നമ്മൾ അതിനെ എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും? പഞ്ചഭൂതങ്ങളും എനർജിയും. അപ്പം മാമിനോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാം പറഞ്ഞു ഞാൻ വാട്ടർ എനർജിയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ എനർജിയെ ഡിഫൈൻ ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങളുമായി കണക്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത എനർജി തന്നെയാണ്. നമ്മുടെ ഈ നേച്ചറിനും പഞ്ചഭൂത എനർജിയാണ്. അപ്പോൾ അറിയാലോ, നമ്മുടെ ഈ മസിൽസ് എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരാനുള്ളതാണ്. ഈ ഭൂമിയിൽ നിൽക്കുന്ന വാട്ടർ എനർജി, എയർ എനർജി, ഫയർ എനർജി, സ്കൈ, ആകാശം, ഭൂമി. ഓക്കെ, ഇത് മനുഷ്യനിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ചക്രാസ് ഉണ്ടല്ലോ. റൂട്ട് ചക്ര എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ്. അത് നമ്മളെ എർത്തിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി നമ്മളിലേക്ക് സപ്ലൈ ചെയ്യപ്പെടും. സേക്രൽ ചക്ര എന്ന് പറഞ്ഞാൽ ലൂണാർ പ്ലെക്സസ് ചക്ര, വാട്ടർ എനർജിയാണ്. ഒരു വാട്ടർ എനർജി ഉള്ള ഒരു ഫിസിക് ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് എപ്പോഴും കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ വാട്ടർ എനർജിയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മളുടെ എനർജി നമുക്കറിയാൻ പറ്റും, എവിടെയെങ്കിലുമൊക്കെ എനർജി ഡ്രെയിൻ ആവുന്നുണ്ടോ, അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ വെള്ളത്തെ കൂടുതൽ താങ്ക്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ് പറയും. മാത്രമല്ല നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ ശേഷം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ കടൽ ജലത്തെ ഞാൻ സങ്കല്പിക്കും മനസ്സിൽ. കടലിലെ നടുക്കാണ് ഞാൻ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കും. എന്നിട്ട് എൻ്റെ ഓറയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഓറയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന കടൽ ജലം ഒരു ടണൽ പോലെ രൂപപ്പെട്ടിട്ട് എൻ്റെ എനർജിയെ സപ്പോർട്ട് ചെയ്യണം. ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയെ കളയുന്നതാണ്. അപ്പോൾ ഈ എന്നിലെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഹീൽ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കപ്പെടാൻ നെഗറ്റിവിറ്റികളൊക്കെ പലതും സംഭവിക്കപ്പെടാം. ഞാൻ അതിനെ കൂടുതൽ എടുക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ഈ അത്തരത്തിലുള്ള അവസ്ഥകളെ ഇത് അബ്സോർവ് ചെയ്യും, നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. എന്നിട്ട് നമുക്ക് ഫ്രഷ് എനർജി, പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തരും. നമ്മുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഫയർ എനർജി ഉള്ള ഒരു വ്യക്തിയാന്നൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പല ഇൻറ്റ്യൂഷൻസ് വരും. എനിക്ക് സംഭവിക്കുന്നതാണ്. ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും നമ്മൾ മറന്നിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്ന സമയത്ത് കുളിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് എനിക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ആ സംഭവം അതേ അർത്ഥത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. എൻ്റെ എനർജി ഞാൻ എങ്ങനെ കണ്ടെത്തും? എപ്പോഴാണ് രാഹുലിന് കൂടുതൽ ഒരു സന്തോഷം, സമാധാനം, പീസായിട്ട് ഒരവസ്ഥ സംഭവിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഫയറാണോ വാട്ടറാണോ എയർ ആണോ, ഇതിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കൂടുതൽ സന്തോഷവും ഇൻറ്റ്യൂഷൻസും വരുന്നത് എപ്പോഴാണ്? നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ ചെറിയ മന്ദമാരുതനൊക്കെ ഏറ്റ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പല ഇൻറ്റ്യൂഷൻസ് വരും. ഒരു വളരെ ഒരു ആഹ്ലാദം, എന്തെന്നില്ല, കാരണമില്ല, ഒരു സന്തോഷം വരും. ഒറ്റയ്ക്ക് അതെ, എയർ എനർജിയാണ്. എയർ എനർജിയാണ്. അതെങ്ങനെയാണ് എയർ എനർജി ആവുന്നത്? എയർ ഹാർട്ട് ചക്രയാണ് നമുക്ക് എയർ എനർജി വരുന്നത്. ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞ സംഭവം എന്താ? ഇമോഷൻസ് അല്ലേ? ഇത് വന്നത് എപ്പോഴാ? ഒറ്റയ്ക്ക് ഇരുന്ന് ആ കാറ്റിനെയൊക്കെ ഏറ്റപ്പോൾ. ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് തന്നെ അല്ല, നമ്മൾ ഇരുന്ന സിറ്റുവേഷൻ എന്താണ്? എവിടെയെങ്കിലും കാറ്റോ അല്ലെങ്കിൽ മലയിലോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന നേച്ചറിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഗ്രീൻ ആണ് നമ്മുടെ ഹാർട്ട് ചക്ര. ഈ ഗ്രീൻ എനർജിയാണ് നമ്മൾക്ക് കാണുന്നത്, കാഴ്ചയിൽ കാണുന്നത് ഗ്രീൻ ആണ്, നേച്ചറിലൂടെ കാണുന്നത്. അവിടെ നമ്മൾ അനുഭവപ്പെട്ട ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആ നല്ലൊരു മന്ദമാരുതനം, നല്ല സുഖകരമായ ഒരു അവസ്ഥ, പല ഇൻറ്റ്യൂഷൻസും, പല കാര്യങ്ങളും, സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന എയർ എനർജിയാണ്. അതാണ് നേരത്തെ പറഞ്ഞു വന്നത്, ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് പല പല ബുദ്ധി വരും. ഭയങ്കരമായിട്ട് അവർക്ക്
ഔട്ട് ഓഫ് ദ ബോക്സ് ആയി പോകും അവർ ദേഷ്യം കൊണ്ടിട്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് പല പല ഐഡിയാസ്, ബുദ്ധികൾ ഒക്കെ വരും. എന്നിട്ട് ഇവരുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പം ഇവർ നമ്മളോട് ഡിസ്കസ് ചെയ്യും. എനിക്ക് ആ ദേഷ്യം പിടിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, ആശയം മനസ്സിൽ വന്നു. ഒരു പക്ഷേ അവർക്ക് അറിയുണ്ടാവില്ല അവർ ഫയർ എനർജിയാണ് എന്നുള്ളത്. അതായത് നമ്മുടെ മണിപ്പൂര ചക്ര ശരീരത്തിൽ നേരത്തെ പറഞ്ഞു വന്ന പോലെ തന്നെ റൂട്ട് ചക്ര വന്നിട്ട് നമ്മുടെ എർത്ത് എനർജി, ലൂണാർ പ്ലിക്സസ് സേക്രൽ ചക്ര എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ എനർജി, തേർഡ് വരുന്ന മണിപ്പൂര ചക്ര എന്ന് പറയുന്നത്, സോളാർ പ്ലിക്സസ് എന്ന് പറയുന്നത് ഫയർ എനർജി, ഹാർട്ട് ചക്രയിലേക്ക് വരുമ്പോൾ അത് എയർ എനർജി, പിന്നെ നമ്മുടെ ത്രോട്ട് ചക്രയിലേക്കൊക്കെ വരുന്നത് അതും എയർ എനർജിയെ സംബന്ധിക്കുന്നതാണ്. ത്രോട്ടും തേർഡ് ഐയിലേക്കും കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും സ്കൈ എനർജി ആവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ, അതായത് നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിൽ ഒരു ബ്ലോക്കേജ് വരുന്നു, നമ്മൾ അതിനെ എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും? നമ്മൾ ചക്രാസ് ഹീൽ ചെയ്യുന്നു, ചക്രാസ് നമ്മൾ അവൈക്കനിങ് ചെയ്യുന്നു, ചക്രാസ് മെഡിറ്റേഷൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ചില ആക്ടിവിറ്റീസിലൂടെ ഇതിനെ നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വാട്ടർ എനർജി ഉള്ള ഒരു വ്യക്തി അതിനെ എങ്ങനെ ഒരു കർമ്മക്രിയയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മത്സ്യശ്രേഷ്ഠന്മാർക്ക് മത്സ്യ ഊട്ടെന്ന് കേട്ടിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കുക. അതിലൂടെ ചില കർമ്മക്രിയകൾ നമ്മൾ അത് ബ്ലോക്കായി നിൽക്കാനുള്ള കാരണങ്ങൾ ഈ പറയുന്ന വാട്ടർ എനർജിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കരിയറിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ മണിയിലോ ഒക്കെ ബ്ലോക്കേജസ് വരുന്ന സമയത്ത് എന്താണ് കാരണം, എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ എനർജീസിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പോഴും ഇതൊന്നും മാറുന്നില്ല. അപ്പോൾ നമുക്കതിനെ ഒരു കർമ്മക്രിയകൾ ചെയ്യേണ്ടി വരും. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ചില കർമ്മയുടെ ഭാഗമായിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ, ആഹാരം നമുക്ക് കൊടുത്ത് തൃപ്തി അടയിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ആഹാരം. വിശപ്പ് എന്ന് പറയുന്നത് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വയറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ആ ഒരു വാട്ടർ എനർജിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ദാഹത്തിന് പക്ഷികളൊക്കെ പറക്കുകയാണെങ്കിൽ അത് ദാഹം വെക്കുക, അല്ലെങ്കിൽ മത്സ്യശ്രേഷ്ഠന്മാർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാം, മത്സ്യകൂട്ട് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതിലൂടെ നമുക്കതിനൊരു മലരൊക്കെ കൊടുക്കുന്ന പല ഇടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, അതിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു ഫയർ എനർജിയാണ് നമ്മൾക്ക് സംഭവിക്കപ്പെടുന്നത് ഉള്ളതെങ്കിൽ നമ്മളതിനെ ഈ ധൂമമില്ലേ, ധൂമം മീൻസ് നല്ല സുഗന്ധം പരത്തുന്ന ധൂമങ്ങളൊക്കെ കത്തിച്ചു വെച്ച ശേഷം അതിനെ ആ പരിസരം മൊത്തം അലങ്കോലമായിരിക്കുന്ന പരിസരത്തെ ഒന്ന് വൃത്തിയാക്കി ധൂമങ്ങൾ കത്തിച്ചു വെച്ച് അതിനൊരു സുഗന്ധം എയറിലേക്ക് പരത്താൻ കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റിവിറ്റി വരാൻ തുടങ്ങും. സ്ലോലി നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കേജ് മാറാനായിട്ട്, അല്ലെങ്കിൽ ആ ഇമോഷൻസിൽ ഇംബാലൻസ്ഡ് എന്തുകൊണ്ട് സംഭവിക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് നന്മ വരുന്നില്ല എന്നുള്ള ഒരു തോന്നലുകളെ ഈ പറയുന്ന ധൂമത്തിൻ്റെ ആ പുക നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുതരും. അതിലൂടെ കുറേയേറെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കും. എല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ കർമ്മ അനുഭവിച്ച് തന്നെ തീരണം. ഈ ആകാശിക് റെക്കോർഡ്സ് പരിശോധിക്കുമ്പം പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ ഒരാളുടെ കർമ്മ അയാൾ തന്നെ അനുഭവിച്ചു തീർക്കണം. നമ്മൾ ചെയ്ത കർമ്മയുടെ പാപം ബാലൻസ് ഉള്ള ജന്മങ്ങളിൽ വരികയാണെങ്കിൽ ആ വ്യക്തി തന്നെ ആ കർമ്മയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പോയി ഡിലീറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ കർമ്മ, ഇപ്പം രാഹുലിന്റെ കർമ്മ രാഹുൽ അനുഭവിച്ച് തീർക്കുമ്പോഴല്ലേ നിങ്ങളുടെ സോള് ക്ലിയർ ആവുന്നത്. അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതെന്താ? അപ്പം ഞാൻ ആരായി? ദൈവമായി. ഞാനൊരു മനുഷ്യനല്ലേ. നമ്മളാരും ദൈവങ്ങളല്ല. നമ്മളെല്ലാ ഇമോഷൻസും എല്ലാ ബലഹീനതകളും ഉള്ള മനുഷ്യനാണ്. അൺലിമിറ്റഡായ ഒരു കഴിവും നമുക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ അൺലിമിറ്റഡായ കഴിവുകളുള്ള സ്പീഷ്യസ് ആണ്. ചില കാര്യങ്ങളിൽ അണ്ടർലൈൻ ചെയ്ത് പറയണം, ചില കാര്യങ്ങളിൽ നമുക്ക് ചില എക്സൽ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ച് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന നമ്മുടെ ശ്വാസം, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സമയത്ത് നമ്മൾ അറിയാതെ നമ്മളിൽ സംഭവിക്കപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്ന ശ്വാസം. ഇത് ഈശ്വരൻ തന്നിരിക്കുന്നതാണ്, സർവശക്തൻ തന്നിരിക്കുന്നതാണ്. ആ സർവശക്തന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ശരീരമാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. ആ ഒരു 0.0001% ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്, കഴിവ്, ഇതൊക്കെയാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അല്ലാതെ എല്ലാം ആൾദൈവങ്ങളൊന്നും ഇവിടെ ഒരിക്കലും ജനിക്കുകയുമില്ല. പിന്നെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിയുമ്പോൾ അവർക്കൊരു അമാനുഷികമായ ഒരു ലെവൽ ഓഫ് എനർജി അവരിലേക്ക് സംഭവിക്കുക. ബാബാജിയെ പോലെയുള്ളവർക്കൊക്കെ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചറിയുന്ന, ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പം അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്.
അത് നമ്മളെ എന്ന് പറയുന്ന വ്യക്തി ദൈവമായിട്ട് ഒരിക്കലും അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്ലോക്കേജസും ഈ പറയുന്ന പ്രശ്നങ്ങളും എല്ലാം നമ്മളെ ഫേസ് ചെയ്യും. നമ്മളുടെ എനർജി എന്താണോ, ഈ പറയുന്ന വാട്ടർ എനർജിയാണോ, ഫയർ എനർജിയാണോ, എയർ എനർജിയാണോ, എയർ എനർജി ഉള്ളവർക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം, വെള്ളം കരുതി വെക്കാം അവർക്ക് വേണ്ടി, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടെല്ലാം ആയി എന്നുള്ളതല്ല, അതൊരു മണ്ടത്തരമായി പോകും. അതുകൊണ്ടെല്ലാം ആയി, പക്ഷെ അത് നമ്മളിൽ സംഭവിക്കപ്പെടുന്ന ഒരു എനർജിയുടെ ഒരു മനസ്സിന്റെ ഒരു ആശ്വാസം എന്നൊക്കെ പറയില്ല, എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമ്മളുടെ ഇത് മാറി, ഇന്ന സംഭവം മാറി, അല്ലെങ്കിൽ ബ്ലോക്കേജ് മാറി എന്നൊക്കെ നമ്മളിൽ ഫീൽ ചെയ്യുമ്പോൾ ആ എനർജി പോപ്പപ്പ് ചെയ്ത് വരും. അതിലൂടെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ സക്സസ് കാണുമ്പോൾ യെസ്, ഈ വർക്ക് ഞാൻ ചെയ്തത് നന്നായി എന്നുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ചക്ര മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയിലൂടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ബോഡി സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ബ്ലോക്കേജസ് ഒക്കെ മാറാൻ നല്ലതാണ്. ക്ലെൻസ് ചെയ്യാം. അങ്ങനെ ഹീലായി പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതായത് തീർച്ചയായിട്ടും ഏത് സമയത്താണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്? അതായത് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലമുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നന്നായിട്ട് നമ്മൾ ഹീൽ ചെയ്യാൻ നല്ലതാണ്. അതായത് ആ സമയത്ത് നേരെ ഒരു കാറ്റുണ്ട്, ഒന്നും അധികമല്ല. നട്ടുച്ചയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്ന ചക്രാസ് മെഡിറ്റേഷൻ ചെയ്താൽ ഫയർ എനർജിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വരും, തളർച്ച വരാൻ സാധ്യതയുണ്ട്. കാരണം സൂര്യൻ ഉച്ചസ്ഥായിയിലാണ്, ഏറ്റവും പവറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം എപ്പോഴും ഇത്തരത്തിലുള്ള ഹീലിങ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം 21 ഡേയ്സിൻ്റെ എൻ്റെ ഒരു തെറാപ്പി സെഷൻസ് ഉണ്ട്. ഇതിൽ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ചക്ര ഹീലിംഗ് ആണ്. ചക്ര ഹീലിംഗിൽ അവരുടെ പവർ എനർജിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവരോട് ഞാൻ പറയുന്നൊരു കാര്യം, മെഡിറ്റേഷൻ നിങ്ങൾ മോർണിംഗ് ചെയ്യുക, ഫ്രഷ് മൈൻഡോടുകൂടി ചെയ്യുക. അതിൽ നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഫ്രഷായി വന്ന ശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിന്തകളൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ മനസ്സിലാക്കി നിങ്ങളുടെ ഓരോ ചക്രാസിനെയും എൻഹാൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രഷ് മോർണിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ, ആ ദിവസത്തെ ആക്കിയെടുക്കാനായിട്ടുള്ള ഒരു ഫ്രഷ് മോർണിംഗ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു സന്ധ്യാസമയം എല്ലാം ഒന്ന് ശാന്തമാകുന്നൊരവസ്ഥയുണ്ട്. അപ്പോഴായിരിക്കും കൂടുതലും ചക്രാസ് ചെയ്യാൻ. പിന്നെ വേറെ സമയങ്ങളൊക്കെ പലരും നിഷ്കർഷിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് അതാണല്ലോ എനിക്ക് പറയാൻ പറ്റുക. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ എനർജി ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ, എപ്പോഴൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവതാർ സിനിമയിലെ അവതാറിനെ പോലെ ഈ മുഴുവൻ എനർജിയും ഒരാളിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് നോ കമന്റ്സ്. അതായത് സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അവതാർ സിനിമയ്ക്കകത്ത് അവതാർ എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്. അപ്പൊ ഈ വാട്ടർ എനർജി, എയർ എനർജി, പുള്ളി ഒരു എയർ ബെൻഡർ ആണ്. അപ്പൊ അവർക്ക് മുഴുവൻ എനർജിയും ആ ഒരാൾക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പഠിച്ചെടുക്കാൻ കഴിയും. ഇപ്പം 5 എനർജികളും ഒരാൾക്ക് പഞ്ചഭൂതങ്ങളെ ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ, അതിൽ നോ കമന്റ്സ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ ആളുകളിലും ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു എനർജി എന്തുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇല്ലേ? അപ്പൊ അതിൽ ആ ഒരു സിനിമയിലൊരു ചോദ്യമല്ലേ അത്? അല്ല, ആ സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റൊരാൾ, അതായത് ലോകത്തിൽ ഒരാൾ മാത്രമേ അവതാർ ആവത്തുള്ളൂ. അപ്പൊ അയാൾക്ക് ഈ ഇവരെ മുഴുവൻ കൺട്രോൾ ചെയ്യാനും പ്രപഞ്ചത്തെ സ്റ്റേബിലൈസ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ടാണ് പുള്ളി പുനർജനിക്കുന്നത്. അപ്പം അതേ കൂട്ട് ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അത് എനിക്കറിയില്ല. ഞാനത് വിശ്വസിക്കുന്നത് സർവശക്തനിലാണ്. ഞാൻ ആ ഒരു എനർജിയല്ല നമ്മളെ ജനിപ്പിക്കാനും. നമ്മൾ ഇപ്പം ജനിക്കപ്പെടുക എന്നുള്ളത് ഒരു കൺസീവായി ഒരു 9 months ഇങ്ങനെ ക്യാരി ചെയ്തു, 9 days 9 hours കഴിയുന്ന സമയത്ത് ഒരു ഡെലിവറി, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്, ഇത് എല്ലാം ഗോഡിൻ്റെ കയ്യിലിരിക്കുന്ന, ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഈ കുഞ്ഞ് നല്ല രീതിയിൽ ജനിക്കുകയോ അല്ലെങ്കിൽ അത് ശരീരം മാത്രമായി ബോഡി അതിൻ്റെ സത്വം നഷ്ടപ്പെട്ട് ജനിക്കുകയോ ജീവനോടെ ജനിക്കുകയോ ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഡോക്ടേഴ്സ് എല്ലാം ശരി വെച്ചാലും ആ ജനന സമയത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്സിങ് എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, കുട്ടിക്കോ അമ്മയ്ക്കോ. ഇത് ഒറ്റ ഒരു ദൈവത്തിൻ്റെ സർവശക്തൻ്റെ കഴിവല്ലേ. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം സത്യം മനസ്സിലാക്കുന്ന ഒന്നുണ്ട്, മരണം. എന്നെങ്കിലും ഒരിക്കൽ നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത്. ഈ 2 സത്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഈ ശ്വാസമാണ് നമ്മുടെ ജീവിതം ഇല്ലേ? മരണത്തിനും ജനനത്തിനും ഇടയ്ക്ക് ജീവിക്കുന്ന കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ എടുക്കുന്ന, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് നമുക്ക് വിടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു. അത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ എനർജി എല്ലാം ആവാഹിക്കാൻ കഴിയുന്ന ഒരു മഹാവതാരം സംഭവിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ നോളജ് വെച്ചിട്ട് എനിക്ക് അറിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സംഭവിക്കപ്പെട്ടാൽ അല്ല ഞാനൊരു സിനിമാറ്റിക് സിനിമയിൽ നമ്മൾ പറയില്ലേ ചോദ്യമില്ല കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ ചിലപ്പം അറിയില്ല. അത്തരം എനർജീസിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന അറിവുകൾ സിദ്ധിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. നമുക്കും ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.